ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ഇതാണ് ചിക്കൻ കബാബ്. നമ്മൾ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെയാണ് ഈ ചിക്കൻ കബാബ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇത് കഴിച്ചിട്ടുള്ളൂ, പക്ഷേ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുപോലെ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കബാബ് റെസിപ്പിയാണിത്. 400 ഗ്രാം ചിക്കനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പെപ്പറും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. മല്ലിയിലയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതുപോലുള്ള ബാംബു സ്റ്റിക്കുകൾ വേണം. ഇനി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ നമുക്കൊരു 20 മിനിറ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ചിക്കനിലേക്ക് ഒന്ന് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മളൊരു 20 മിനിറ്റ്സ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സവോളയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 സവോളയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൽ ചിലർക്ക് ചില്ലി പൗഡറിന് പകരം പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ചില്ലി പൗഡറിൻ്റെ അളവ് കുറയ്ക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കബാബിന് ഒരു ചെറിയ പച്ച കളറിലായിരിക്കും നമ്മുടെ കബാബ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ റെഡിഷ് കളറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി മാത്രം ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ കളറ് വ്യത്യാസം വരുത്തണമെങ്കിൽ ഈ കാശ്മീരി ചില്ലി ഒഴിവാക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് കുറച്ചായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ പല ബാച്ചായിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടില്ല നന്നായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ഒരു ബാച്ച് അരച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കൻ്റെ പീസുകളും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം നമ്മുടെ ചിക്കൻ്റെ ഒരു അരച്ച ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ എങ്ങാനും നമുക്ക് ചിക്കൻ ഇത്രയും കട്ടി ഇല്ല, കുറച്ച് വെള്ളമയം കൂടി പോയെന്ന് വെച്ചാൽ ആരും പേടിക്കണ്ട. 1 ടേബിൾ സ്പൂൺ റസ്ക് പൊടി ചേർത്താൽ മതി. ഇനിയിപ്പോൾ എങ്ങാനും ഭയങ്കര കട്ടി കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരു മുട്ടയുടെ പകുതി അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു അരച്ച ടെക്സ്ചറിനെ മാറ്റിയെടുക്കാൻ പറ്റും. ലൂസായാലും കുഴപ്പമില്ല, കട്ടിയായാലും കുഴപ്പമില്ല. നമുക്കതിന് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാവ് കറക്റ്റായിട്ട് കിട്ടും. ആ ചിക്കൻ്റെ മിക്സ് കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ ഇതാണ് നമുക്കിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കാൻ പാകത്തിനുള്ള പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമ്മുടെ ചിക്കൻ ഈ സ്റ്റിക്കിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് പിടിക്കില്ല. ഇത് ബാംബൂ സ്ക്യൂറാണ്. അപ്പോൾ നമുക്കിത് കടയിൽ മേടിക്കാൻ കിട്ടും. ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചിക്കൻ ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കട്ടി കൂടിപ്പോയി നമുക്കിതുപോലെ പിടിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ സ്റ്റിക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നന്നായി ചൂടായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് വെക്കുന്നത്. വെക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ ഓരോന്ന് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ചിക്കനിലുള്ള ഓയിലും ഫാറ്റും തന്നെ വെച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഈ പ്രൊസീജിയർ തന്നെ നമുക്ക് ഓവനിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓവൻ എല്ലാവരും വീട്ടിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാസിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സൈഡും ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യം ഒരു 5 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്യുക, അതിനുശേഷം തിരിച്ചിട്ട് അടുത്ത സൈഡ് ഒരു 5 മിനിറ്റ്, അങ്ങനെ എല്ലാ സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്. ആ ഫാറ്റ് കണ്ടൻറ്റിൽ തന്നെയാണ് ഇതിനൊരു ഗ്ലേസിങ്ങും ഇതിനൊരു ടെക്സ്ചറൊക്കെ കിട്ടുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സൈഡ് തിരിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഇങ്ങനെ വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട, കാരണം ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്താൽ ഡ്രൈ ആയി പോവും. അപ്പോൾ വളരെ കുറച്ച് നേരം ഒരു ഇങ്ങനെ തിരിച്ചിടുമ്പോൾ തന്നെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചിക്കനിന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ള ഓയിലാണ്
ഈ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിലൊക്കെ ചെറിയ ചെറിയ ബബിൾസ് പോലെ വരുന്നത്. അതൊക്കെ ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള ഫാറ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കബാബ് എല്ലാ സൈഡും നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മാറ്റാം. ഒരുപാട് നേരം ഇട്ട് ഗ്രില്ല് ചെയ്യരുത്, കാരണം നമ്മുടെ ചിക്കൻ ആ ഒരു ജ്യൂസി ടെക്സ്ചറിൽ നിന്ന് കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ ഈ ഒരു കളർ വരുമ്പോഴേക്കും, ഈ ഒരു ടെക്സ്ചർ ആകുമ്പോഴേക്കും നമുക്ക് മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് തുടച്ചെടുക്കാം. നല്ല നോൺ സ്റ്റിക്ക് പാൻ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പുതിയ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ചെയ്തെടുക്കാൻ പറ്റുക. നമുക്ക് ഇങ്ങനെ പഴയ പാനിലൊക്കെ ചെയ്തെടുത്താൽ ചിലപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ പുതിയ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി എണ്ണ വേണം എന്നുള്ളവർക്ക് ജസ്റ്റ് എണ്ണ ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ ഒന്ന് ഒഴിച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കബാബിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറിപ്പോവും. നമ്മൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്, ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് അടച്ചിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് ബോൺലെസ് ആയതുകൊണ്ട് ഞാൻ അടച്ചിട്ടൊന്നും വേവിക്കേണ്ട. വളരെ കുറഞ്ഞ കുക്കിംഗ് ടൈമിൽ തന്നെ നമുക്ക് ഈ കബാബ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇതിന് നമുക്ക് സൈഡ് ഡിഷായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് വെക്കാം. അതുപോലെ തന്നെ മിൻറ്റ് ചട്നി ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിന് നമ്മൾ കോമ്പിനേഷനായിട്ട് ചട്നികൾ വെക്കണം നിർബന്ധമില്ല, കാരണം അല്ലാതെ തന്നെ കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കഴിയുന്നതും ഇതുപോലുള്ള ഡിഷുകൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഫ്ലേവർ കൂട്ടാൻ മല്ലിയിലൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്കിതിൽ ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ഈ ഒരു അളവിലേക്ക് നമ്മളൊരു 12 തൊട്ട് 14 കബാബ്സ് വരെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. ഈ 400 ഗ്രാമിൽ ഈ ഒരു അളവിലാണ് നമ്മൾ ബാംബൂ സ്റ്റിക്കിൽ വെക്കുന്നതെങ്കിൽ നമുക്കൊരു 12 എണ്ണമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓരോ സൈഡും നമ്മളിങ്ങനെ കളർ മാറുന്നതനുസരിച്ച് നമ്മളിങ്ങനെ തിരിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ബാംബൂ സ്റ്റിക്ക് നനച്ച് കൊടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബാംബൂ സ്റ്റിക്ക് ബേൺ ആവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ നനവില്ലെങ്കിൽ. അതാണ് ഒരു 10 മിനിറ്റ് നമ്മൾ ഈ ബാംബൂ സ്റ്റിക്ക് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ സൈഡിലിങ്ങനെ പിടിപ്പിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ പോയിൻറ്റും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് തന്നെ എണ്ണയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് തന്നെ നമ്മുടെ ചിക്കൻ കബാബ് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ആർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കബാബുകളെല്ലാം ചൂടോടെ തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകം ഡിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കബാബിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി നല്ല നല്ല കമൻസുകളൊക്കെ എനിക്ക് വരുന്നുണ്ട്, ഒത്തിരി സജഷൻസ് ഒക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും പുതിയ ഡിഷുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.